ഹായ്, ഞാൻ ഖസാക്ക് ബെഞ്ചാലി. ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ തലവേദനകളിൽ ഒന്നാണ് സ്റ്റാഫ് കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല. സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ ഡൗട്ടുണ്ട്. ഓരോരുത്തരും 9 മണിക്ക് വരുന്നു, വൈകുന്നേരം 5 മണിക്ക് പോകുന്നു, മാസത്തിൽ 26 ദിവസം പണിയെടുക്കുന്നു, എന്നൊരു ശമ്പളം ചോദിക്കുന്നു. അവരെന്താണ് ചെയ്യുന്നത് എനിക്കൊരു അറിയില്ല. കുറേ ആളുകൾക്ക് ഞാൻ വെറുതെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ റീസെൻ്റായിട്ട് ഒരു കൺസൾട്ടൻസി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലയൻറ്റിനെ വിസിറ്റ് ചെയ്തു. ക്ലയൻറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഏകദേശം 170ഓളം സ്റ്റാഫുള്ള ഒരു സ്ഥാപനമാണ്. അവരുടെ ഡാറ്റയൊക്കെ ഒന്ന് ബേസിക്കലായിട്ടുള്ളത് അനലൈസ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങളുടെ പൈസ മുഴുവനും തിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെന്നെ വിളിക്കാനുള്ള, കൺസൾട്ടൻസിക്ക് വിളിക്കാനുള്ള, കാരണം അവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോഫിറ്റ് ഇല്ല, ബിസിനസ് നടന്നു പോകുന്നുണ്ടെന്ന് അപ്പുറത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടും ഡാറ്റ ചെക്ക് ചെയ്തപ്പോഴേ മനസ്സിലാകുന്നത് 170ഓളം സ്റ്റാഫുള്ളൊരു സ്ഥാപനത്തിൽ അവിടെ ആക്ച്വലി ആവശ്യം ഉണ്ടായിരുന്ന ഒരു 120ഓളം സ്റ്റാഫിനെ ആവശ്യമുള്ളൂ. പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 120 സ്റ്റാഫിനെ മതി. ഏകദേശം 50ഓളം സ്റ്റാഫ് അവിടെ ഓവറാണ്. അവർക്ക് വെറുതെ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റാഫിൻ്റെയും പ്രൊഡക്ടിവിറ്റി മോണിറ്റർ ചെയ്യാനുള്ള ഒരു ടൂൾസും അവിടെ ഇല്ല. ഓരോരുത്തരും ഓരോ ദിവസം എന്തൊക്കെ ടാസ്ക് ചെയ്യുന്നുണ്ട്, ഒരാളുടെ മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ഒരാളുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി എത്രയാണ്, അതിൻ്റെ എത്ര ശതമാനം ചെയ്യുന്നുണ്ടെന്ന് അനലൈസ് ചെയ്തപ്പോഴേ മനസ്സിലായത്. പല സ്റ്റാഫും രാവിലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അരമണിക്കൂറോ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ ചില ആൾക്ക് 1 മണിക്കൂറേ ജോലിയുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുകയാണ്. കാരണം എവിടുന്നോ കിട്ടിയ പ്രോപ്പറായിട്ട് അല്ലാത്ത ഇൻഫർമേഷൻ്റെ ഫലമായിട്ട് കുറേ ഹയർ ചെയ്തിട്ട് ആളുകൾ വെച്ചു. എന്നതിനപ്പുറത്തും കൃത്യമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി ടൂൾസുകളും മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റവും നിങ്ങളുടെ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ കുറേ ഓവർഹെഡ് ആവശ്യമില്ലാതെ വാരി വലിച്ചു കീപ്പ് ചെയ്യേണ്ടി വരും. കുറേ ആളുകൾ ആവശ്യമില്ലാതെ വെക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര പ്രോഫിറ്റബിലിറ്റി ഉണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് വെറുതെ ശമ്പളം കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ കുറേ ആളുകളെ തീറ്റിപ്പോറ്റി കഴിഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോകും. കുറേ സ്റ്റാഫിന് വെക്കുന്നതിൽ ഞാൻ പരാതിയൊന്നും പറഞ്ഞല്ല. പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിന് പ്രോഫിറ്റബിൾ ആക്കിയിട്ട് വേണം നിങ്ങൾ സ്റ്റാഫിന് വെറുതെ ശമ്പളം കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രൊഡക്ടിവിറ്റി. നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ എത്രത്തോളം ട്രാക്ക് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു കോൾഡ് കോൾ വിളിക്കുന്ന ഒരു സെയിൽസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഒരാൾക്കൊരു ദിവസം എത്ര കോള് ചെയ്യാൻ കഴിയും? എഫക്റ്റീവായിട്ട് എത്ര കോൾ ചെയ്യാൻ പറ്റും? ഓരോ എക്സിക്യൂട്ടീവും എത്ര കോൾ ചെയ്യുന്നുണ്ട്, എത്ര ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ആവറേജ് ടൈം അയാൾ എത്ര സ്പെൻഡ് ചെയ്യണം? ഇതിനനുസരിച്ചിട്ട് നിങ്ങൾ അയാൾക്കൊരു ഡെയിലി ടാർഗറ്റും അയാളുടെ ടാസ്കുകളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതനുസരിച്ച് അയാളുടെ പ്രൊഡക്ടിവിറ്റി കൃത്യമായിട്ടും അനലൈസ് ചെയ്യാനും ഒരു ടൂൾ ഇല്ല എങ്കിൽ, നിങ്ങളൊരു ബേസിക് സാലറി കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. 20,000 ഒരു ബേസിക് സാലറി വിളിക്കുന്നതിന് മാത്രം കൊടുക്കുന്നുണ്ട്. 10 കോൾ ചെയ്ത ആൾക്കും നിങ്ങൾ 20,000 കൊടുക്കും. 20 കോൾ ചെയ്ത ആൾക്കും 20,000 കൊടുക്കും. 40 കോൾ ചെയ്ത ആൾക്കും 20,000 കൊടുക്കും. സോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്ന ടൂളുകളും ട്രാക്കിംഗ് സിസ്റ്റവും നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് വെച്ചിട്ടുള്ള ഡെയിലി ടാർഗറ്റുകളും വീക്ക്ലി ടാർഗറ്റുകളും മന്ത്ലി ടാർഗറ്റുകളും ഓരോ എംപ്ലോയീസിനും ഉണ്ടായിരിക്കണം. അത് ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും ഉണ്ടാവണം. ഒരു അക്കൗണ്ടൻറ്റിന് ഡെയിലി അയാളുടെ ടാർഗറ്റുകൾ എന്താണ്, വീക്ക്ലി ടാർഗറ്റ് എന്താണ് അയാളുടെ, അതല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ മന്ത്ലി ടാർഗറ്റ് എന്താണ്? ഒരു സെയിൽസ് പോലെ ഫിഗറിൽ വെച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ടാസ്കുകൾ, അയാളുടെ കമ്മിറ്റ്മെൻറ്റുകൾ, അയാളുടെ റിപ്പോർട്ടിംഗ് സിസ്റ്റം, അയാളുടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ട്രാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരികയും അയാൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ വെയിറ്റേജിനനുസരിച്ച് അയാൾക്കൊരു മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരു പരിധിവരെ എല്ലാ എംപ്ലോയീസിൻ്റെയും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. 170 ആൾ പണിയെടുക്കുന്ന അതേ ജോബ് 120 ആളെ മാത്രം വെച്ചുകൊണ്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റും. അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂടും. നല്ല എഫിഷ്യൻ്റായ ഒരു ടീമിനെ ഒരു ട്രാക്കിംഗ് സിസ്റ്റത്തോടു കൂടി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്കെയിലബിലിറ്റി ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് പലപ്പോഴും സ്റ്റക്കാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യില്ല, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിക്കില്ല, നമ്മൾ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു പണിയും എടുക്കില്ല. നമ്മുടെ ബിസിനസ് പരാജയപ്പെടും. നമ്മുടെ ബിസിനസ് നമ്മളല്ലാതെ വേറെ ഒരാളും നന്നാക്കാൻ വരുന്നില്ല. സ്റ്റാഫിൻ്റെ എഫിഷ്യൻസി ബിസിനസ്സിൻ്റെ ഗ്രോത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ്. സോ
ഇതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റാഫ് എഫിഷ്യൻസി അടക്കമുള്ള പലരും ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഇതെല്ലാം പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടിത്തരാൻ പറ്റും. വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. ബെനാക് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ബിസിനസ് മാനേജ്മെൻറ്റ് ബിസിനസ് കൺസൾട്ടൻസി ഫേമിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും മാർക്കറ്റിലെ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജും എല്ലാം ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ഖസാക്ക് ബെഞ്ചാലി, ദ ഗ്ലോബൽ ബിസിനസ് കോച്ച്.